അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളൊക്കെ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ദർസിൽ പഠിക്കുന്ന കുട്ടിയല്ല, ഒരു 10-21 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് എത്രയിലാവട്ടെ, അപ്പോൾ മർദ്ദിച്ച് ഇസ്ത്രിപ്പെട്ടിയൊക്കെ വെച്ച് ചൂടാക്കി പൊള്ളിച്ച് വലിയ ഇൻ്റർനാഷണൽ സംഭവം പോലെ എല്ലാ ചാനലിലും വന്നിട്ട് ആകെ ചൊറാറ്റി കിടക്കുകയാണ്. എൻ്റെ അറിവിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാനതിൽ സംസാരിച്ചതാണ്. അപ്പോൾ നാടും ഏതാണ് മദ്രസ അതൊന്നും പറയുന്നില്ല, അത് കോംപ്രമൈസായി പോയതാണ്. അപ്പോൾ ഇപ്പം അത് പറയാൻ കാരണം ഇതിനോട് ചേർത്ത് അതും കൂടി പറയേണ്ടി വരികയാണ്, പേരും നാടും പറയാതെ തന്നെ. ഇപ്പം നബിദിന പരിപാടിയോടുകൂടി മദ്രസയിലൊക്കെ കുട്ടികൾക്കൊക്കെ പലതും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദഫിൻ്റെ ഒരു ഇതിൽ ആ കുട്ടി ചേർന്നിരുന്നു, 11 വയസ്സ്. അപ്പോൾ പഠിക്കാൻ ഇങ്ങനെ പോകുന്നു, രാത്രിയാണ്, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് പഠിക്കാൻ പോണത്. ഏതോ അതിനെക്കാട്ടി കുറച്ച് മുതിർന്ന കുട്ടികൾ അടിയുണ്ടാക്കി അവരങ്ങോട്ട് ഓടിപ്പോയി. അവർ സ്വല്പം നേരം കഴിഞ്ഞാൽ അവർ 2 സ്നേഹിതന്മാരാവും. ഉസ്താദ് അവരെ ഇത് പഠിപ്പിക്കുന്ന ദഫിൻ്റെ അത് പഠിപ്പിക്കുന്ന ആ ഉസ്താദ് അവരെ പിടികൂടാൻ കിട്ടാതെ നിരപരാധിയായ വന്ന 2-3 കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടിനെ വളരെ കൈകൊണ്ടാണ് അടിച്ചത്. ആ കുട്ടി വീട്ടിൽ വളരെ ബുദ്ധിമുട്ടും വിഷമമായിട്ട് വന്ന് ഷർട്ട് ഇങ്ങനെ ഒരു നോക്കുമ്പോൾ കൈയടയാളമൊക്കെ ഉണ്ട്. അങ്ങനെ ആ മദ്രസയിലേക്ക് വിളിച്ച് മെയിനായിട്ടുള്ള ഉസ്താദിനോട് പറഞ്ഞ്, ആദ്യം അടിച്ച ആളെ വിളിച്ച്, അപ്പോഴും ഒരു ശരിയായ വർത്തമാനം എന്നല്ല പറയുന്നത്. അങ്ങനെ ഉസ്താദിനെ വിളിച്ച് അദ്ദേഹം അടിച്ച ആളോട് പറഞ്ഞ്, അടിച്ച ആൾ പിന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞ്, ഇതിലൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾ നബിദിനൊക്കെ നമ്മളിപ്പോൾ നിങ്ങളെന്നല്ല നമ്മളൊക്കെ നടത്തുമ്പോൾ എന്തിനാണ്? ഒരുപാട് ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും സുന്നികളായിട്ടുള്ള ആളുകൾ നടത്തുന്നുണ്ട് കുട്ടികൾക്കൊരു ഇതിനൊക്കെ വേണ്ടിയിട്ട്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ റസൂലുള്ളാഹിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ വലിയ കൈ കൊണ്ടൊക്കെ അടിച്ചിട്ട് അവസാനാക്കിയാൽ അത് നടക്കണ കേസല്ല. അതൊക്കെ കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അന്ന് കോംപ്രമൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലപീഡനം കഴിഞ്ഞിട്ട് ഒരു വകുപ്പുണ്ടല്ലോ, അതിൽ പരാതി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. നമ്മളിപ്പോൾ അത് കുറേ ആളുകളിൽ ഞാനുൾപ്പെടെ നാസ്തികരെ പറ്റിയിട്ട് മതം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന യുക്തിവാദികൾ, മതത്തിനെ കുറ്റം പറയണ ഒരുപാട് നുണക്കഥകളൊക്കെ പറഞ്ഞിട്ട് കൊലച്ചോറ് നിന്ന് യൂട്യൂബിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, സംഘികളൊക്കെ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഒരുപാട് ഖുർആനൊക്കെ പൊളിച്ചടക്കാൻ പറ്റണം. അപ്പോൾ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ പലരെ പോലെ ഞാനും 2 ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ഇത് 2 വാക്ക് ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആൾക്കാർ ചോദിക്കും, നാസ്തികരെ പറ്റിയിട്ട് യുക്തിവാദികളെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളതിൽ ഒരു ഉസ്താദ് ബന്ധം മിണ്ടാത്തത് എന്താ? അതുകൊണ്ടാണ് ഇതും കൂടി പറഞ്ഞത്. വിഴിഞ്ഞം സ്വദേശിയായൊരു യുവാവിനെ ദർസിലാണ് പഠിക്കുന്നത്, അടിച്ച് അവസാനാക്കിയ മാത്രമല്ല ഇസ്ത്രിപ്പേട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാർ എന്താണ്, കേരളത്തിലുള്ള എല്ലാ കമ്മിറ്റിക്കാരും എന്താ വേണമെന്നറിയോ? സ്വഭാവദോഷം കൂടി കണക്കിലെടുത്ത് അവരെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം മദ്രസയിൽ ഉസ്താദായിട്ട് വെക്കാൻ. ഇനിയിപ്പം കുറേ സംഘികളും യുക്തിവാദികളൊക്കെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ചേർക്കും, ഇതാണ് മദ്രസയെ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. തെറ്റ് ചെയ്യുന്ന ഒരു ഉസ്താദ് അല്ല ഇസ്ലാമിൻ്റെ അവസാന വാക്ക്, അത് പക്ഷയായ ഒരു മനുഷ്യനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പണ്ഡിതനും ഒരു ഉസ്താദിനും ഒരു സന്യാസിക്കും എത്ര പഠിപ്പുണ്ടെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് ജാഹിലാവാം, എന്ന് വെച്ചാൽ തെമ്മാടിയാവാം, വിവരം ഇല്ലാത്തവനാവാം. പക്ഷെ ഒരു പണ്ഡിതനും ഒരു ഉസ്താദും ഒരു സന്യാസിയും നല്ല ഇതിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തെ പഠനം വേണം, ബുദ്ധി ഉപയോഗിച്ച് പഠിച്ചിട്ടാണ് ഈ സ്ഥാനത്ത് എത്തുന്നത്. അത് വേണ്ട എന്ന് വെച്ചിട്ട് പോകാനാ ഒറ്റ സെക്കൻഡ് മതി.
ഈ പറഞ്ഞ ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഇപ്പോഴുള്ള രീതി വിട്ടിട്ട് വളരെ മോശമായ രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മതി. അത് പണ്ഡിതൻ ആ കാര്യമെല്ലാം പറഞ്ഞത്. ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് കുറേ കൂടി അലമ്പായിട്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനം എടുത്താൽ ഒറ്റ സെക്കൻഡ് മതി. അതിലെന്ത് കാര്യം? അതൊരു നല്ല പരിപാടിയല്ലല്ലോ. അപ്പം നാസ്തികരെ ഉഡായിപ്പും പറഞ്ഞു വരുന്ന ജാമിദ ടീച്ചറെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് ഇന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. വാർത്തകളൊക്കെ ഭയങ്കര ചാനലിലൊക്കെ അടിച്ചു വിടുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുണ്ട്, പോലീസുണ്ട്. അതാ സംഭവം അന്വേഷിച്ചിട്ട് അതിന് നിയമപരമായിട്ട് എന്താണ് കൊടുക്കാൻ പറ്റിയ ശിക്ഷ അത് കൊടുക്കണേ വേണം. അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലൊക്കെ ഇട്ടിട്ട് ഞാനും നാസ്തികരും ഉഡായിപ്പോയിട്ട് വരാൻ നിൽക്കണ്ട. പിന്നെ ചില കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം. അത്തരം ഉസ്താദുമാർ മക്കളെ ഇങ്ങനെ അടിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായി അപ്പോൾ ഒഴിവാക്കേ. അവിടെ ജോലിക്ക് വെക്കുമ്പം തന്നെ അവരെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആദ്യം നോക്കേണ്ടത്. അതൊക്കെ നോക്കേ. അപ്പോൾ ഞാൻ ഇടപെട്ട കേസ് വെച്ചാൽ കോംപ്രമൈസ് ആയതാണ്. സോറിയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ആ പേരോ ആ നാടോ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ ദർസിലാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അടിച്ച് അലാക്കാക്കിയിട്ട് ഇസ്തിരിപ്പെട്ടിയോണ്ടൊക്കെ പൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ കമ്മിറ്റിക്കാരും ഒന്നും കൂടി ഉണരെ. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കെട്ടിപ്പൂട്ടണം, റസൂല അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്, മദ്രസയെ പഠിപ്പിക്കണമൊക്കെ വേറെ എന്തോ എന്നൊക്കെ നടക്കുന്നത്. മദ്രസ എന്നൊരു ഓപ്പണാണ്, ആർക്കും കയറിച്ചല്ല. മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്നും ഒരാൾക്കൊന്നും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ പരിശുദ്ധ ഖുർആനെ ഇൽമാണ് പഠിപ്പിക്കുന്നത്. അതിലേതെങ്കിലും പുഴുക്കുത്തായിട്ട് ഉസ്താദന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിടണം. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ അത് എന്താണ് കോടതി വിധിക്കുന്നത് അത് അനുഭവിക്കന്നെ വേണം. അത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നാസ്തികർ, യുക്തിവാദികൾ, ജബ്ബാർ മാഷല്ല പാവാട മാഷ്, പാവാട ജബ്ബാർ, ദജ്ജാൽ, മറ്റേ അലമ്പ് സാധനമുണ്ടല്ലോ ആരിഫ് ഹുസൈൻ, പിന്നൊരു ദജ്ജാലുണ്ട് ജാമിദ ടീച്ചർ, ലിയാഖത്ത് അലി, അങ്ങനെ കുറച്ച് സ്രാവുകളുണ്ട്. രവിചന്ദ്രൻ മാസ്റ്റർ മൂപ്പരാണ് വാ തുറക്കുന്നതിന് ഭക്ഷണം കഴിക്കാനല്ല ഇസ്ലാം ആ വിരോധമായിട്ട് നടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയാണ് നക്കുന്നത്, കൊലച്ചോറാണ് തിന്നുന്നത്, കളവുകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റുള്ള യൂട്യൂബ് ചെയ്യുന്ന യൂട്യൂബർമാർ ഇതേമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്കും കമൻറ്റൊക്കെ കൊടുത്തിട്ട് ഷെയർ ചെയ്യും. അപ്പോഴാണ് അവരിലേക്ക് എത്തുള്ളത്. അവർ പറയുന്നുണ്ട് അവരെ ആളുകളോട്, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ സംഖ്യകളും ആളുകളൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഷെയർ ചെയ്യണം, ഇസ്ലാമിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വാട്സപ്പിലുള്ള ഒരുപാട് ആളുകൾക്ക് ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ കാണുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഒരു ലൈക്കും കമൻറ്റും കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ എന്താണ് വിചാരിക്കുക? നമ്മളോട് പറഞ്ഞെന്താണ് നിസ്കരിക്കാൻ, നോമ്പ് വെക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതോടുകൂടി സുജൂതി കിടന്നിട്ട് ഇതൊക്കെ ആക്കുമ്പോൾ കാര്യം ഞാൻ കൂടി ആലോചിക്കേണ്ടതാണ്. ഖുർആൻ പൊളിച്ചടക്കാൻ വരുന്നത്, റസൂലുള്ളാഹിനെ തെറി പറയണ്, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയണ്. ഈ വ്യക്തികളിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മളെന്ന സമൂഹം അറിയുന്ന പറ്റുന്ന ആൾക്കാർ മിണ്ടാതിരുന്നാൽ ഈ 11 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികളൊക്കെ യൂട്യൂബിൽ ഇത് കേൾക്കാം വന്നാൽ ഒരുപാട് തവണ കേൾക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞല്ലേ സുഖം, അള്ളല്ല റസൂല് ഒക്കെ പറഞ്ഞ് ഉഡായിപ്പാണ്, ഖുർആനൊന്നും ശരിയല്ല, ഖുർആനൊക്കെ റസൂൽ ആരോ വെച്ച് എഴുതി ഉണ്ടാക്കിയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മൈൻഡിൽ കയറിയാൽ പിന്നെ അതല്ല ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിലൊക്കെ ആകുമ്പം മദ്യം, വ്യഭിചാരം, അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചോളം സിറാത്തുൽ മുസ്തഖീം നേരായ വഴിയാണ്, ചൊവ്വായ വഴി, ഒറ്റ വഴിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ഇത് അങ്ങോട്ടും കൊണ്ടൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ പോലത്തെ ആൾക്കാർ ഏതാളായാലും ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ
നിങ്ങൾ എന്താണ് നഷ്ടം? ഒന്ന് ബഖീൽ അറബികൾ പറയും, കഞ്ചൂസ് ഹിന്ദിയിൽ, പിശുക്കൻ മലയാളത്തിൽ. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളിപ്പോൾ ഏതായാലും സംസാരിക്കല്ലേ. ബഖീൽ അറിയാം, പിശുക്കനാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരു കമൻ്റ് കൊടുക്ക്. നിങ്ങളെ കുട്ടികളും പുറത്തു കൊണ്ട്, നമ്മളെ കുട്ടികളും പുറത്തു കൊണ്ട്, എല്ലാവരും പുറത്തു കൊണ്ട് ഇവരിങ്ങനെ അടിച്ച് വിടുന്ന വീഡിയോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഞാനായാലും വേറെ ആൾ ചെയ്യുമ്പോഴും അതൊന്ന് കണ്ടിട്ട് ലൈക്കും കമൻറ്റും കൊടുത്തൊന്ന് ഷെയർ ചെയ്യും. അവരിലേക്ക് എത്തണം. ഈ ഉഡായിപ്പും പറഞ്ഞ് വരുന്നുണ്ടല്ലോ, അവരിലേക്ക് വീഡിയോ എത്തണം. അതുകൊണ്ടാണ് ദയവായിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഇനിയിപ്പോൾ എൻ്റേത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ അതെങ്കിലും ചെയ്യും. ഇതിന് നമ്മൾക്കൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എങ്ങനെ ഹിസാബും കിതാബും എല്ലാം ഒരു അണ്ണും മണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ മൊബൈൽ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വന്നാലോ, എന്നെ തെറി പറഞ്ഞ്, എൻ്റെ പ്രവാചകനെ തെറി പറഞ്ഞ്, എൻ്റെ ഖുർആൻ കളവാക്കി, നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്തായിരുന്നു, നിങ്ങൾക്ക് ആ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല? നിങ്ങളെ കുടുംബത്തോ അല്ലെങ്കിൽ നിങ്ങളെ അതിർത്തി തർക്കത്തിനോ നിങ്ങൾക്ക് 100 നാവാണല്ലോ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഇത് ഒരു കാര്യമല്ലേ വേണ്ട ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇത് നിങ്ങൾ ചെയ്തോ? ചോദിച്ചാലോ, എന്നോടും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. കമ്മിറ്റിക്കാരോടെ പറയാനുള്ളത്, ഇപ്പം മദ്രസയിൽ പഠിപ്പിക്കണ വല്ല പുഴുക്കുത്തുകളുണ്ടെങ്കിൽ പുറത്തേക്കിടെ. കേരളത്തിലുള്ള എല്ലാ മദ്രസയിലുള്ള ഇത് പറയുന്നത്. പിന്നെ ദർസിലേക്ക് പോയാൽ ഇപ്പം നടന്ന പീഡനം, അങ്ങനത്തെ പുഴുക്കുത്തുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് കളയേ. അല്ലെങ്കിൽ തന്നെ എല്ലാ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇങ്ങനെ ചാർത്തുന്നത്. പക്ഷെ അവർ ചാർത്തിക്കോട്ടെ, അത് നടക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം എന്നും 17 വയസ്സായിട്ട് അവിടെ നിൽക്കും. സ്വീറ്റ് 17 അല്ലേ? അപ്പോൾ ഉഡായിപ്പോയിട്ട് ജാമിദ ടീച്ചറെ വല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കായൊരു വീഡിയോ റിയാക്ഷനായി ഞാൻ ചെയ്യുന്നുണ്ട്. കൂടുതലായി വീഡിയോയിലൊന്നും പറയാനില്ല. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ സൂപ്പറായിട്ട് കൊണ്ടാ, എന്നിട്ട് ഇത് ഷെയർ ചെയ്യും. അപ്പം മദ്രസയിലുള്ള ഉസ്താദുമാർ അങ്ങനത്തെ പുഴുക്കുത്തുണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കളയണം, അല്ലെങ്കിൽ പണി പാടും. ദർസിലൊക്കെ ആ ഉസ്താദ് ഈ വീഡിയോ കാണാൻ ഇടയാകും. ഇതിങ്ങനെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യില്ലല്ലോ. ഏടെ ഉസ്താദ്, അന്നൊക്കെ ഉസ്താദിനെ വിളിക്കേണ്ടത്? നീയൊക്കെ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇൽമാണോ പഠിപ്പിച്ചത്? ഇങ്ങനെയാണോ മർദിക്ക് മൊബൈലും വാങ്ങി വെച്ച് റൂമിലിട്ട് പൂട്ടി